അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജിദ്ദയിൽ നിന്ന് മഷ്റഫാണ്. എന്താണ് സുഹൃത്തുക്കളെ, സുഖമല്ലേ? അനുഭവമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അനുഭവമാണ് ഗുരു. അനുഭവമല്ലേ പറയാൻ പറ്റൂ, അല്ലാത്തത് പറയാൻ പറ്റുമോ? ശരിയാണ്. നമ്മൾ പ്രവാസികൾ നമ്മൾ ആലോചിക്കാത്തത് കൊണ്ടാണ്. നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ റേറ്റ് ചോദിക്കുന്നത്, നമ്മളടുത്ത് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ചോദിക്കുന്നത്. നാട്ടിലുള്ളവരങ്ങനെയല്ല. നാട്ടിലുള്ളവർ വാങ്ങിയിട്ട് പോവുക, 2 കിലോ 3 കിലോ സൂപ്പർ മാർക്കറ്റിൽ പോവുക, വണ്ടി എടുത്ത് വരിക, ലോഡാക്കുക, കൊണ്ടുപോവുകയാണ്. അതുകൊണ്ടാണല്ലോ നാട്ടിൽ നമ്മളെപ്പോൾ ഒരു കാര്യം ചിന്തിക്കുന്നത്, നാട്ടിൽ എന്തുകൊണ്ടാണ് ഈ സൂപ്പർ മാർക്കറ്റൊക്കെ ഓടുന്നത്? എന്തുകൊണ്ടാണ്? നാട്ടിലുള്ളവർ അങ്ങനെയാണ് ഇപ്പോഴത്തെ കച്ചവടം. പ്രവാസികളായി ഞങ്ങൾ അങ്ങനെയല്ല. നമ്മൾ നാട്ടിൽ പോകുമ്പോൾ നമ്മളെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. എന്തുകൊണ്ടാണെന്നറിയാം? നമുക്ക് 2000 ശമ്പളം കിട്ടുമ്പോൾ 1900 നാട്ടിൽ അയച്ചു കൊടുക്കുക. നാട്ടിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാണ്. അവർ ചോദിക്കുമ്പോൾ അവർക്ക് കൊടുക്കും, കുടുംബത്തിൽ കല്യാണം വരും അവർക്ക് കൊടുക്കും. നമ്മളെ കാര്യം നമ്മൾ ചിന്തിക്കുന്നില്ല. എന്നിട്ട് 2-3 കൊല്ലം കഴിഞ്ഞിട്ട് നാട്ടിൽ പോകുന്ന സമയത്ത് നമ്മളെ കയ്യിലൊന്നും ഉണ്ടാവില്ല. നമ്മളെ കയ്യിൽ ഒരു പൈസ ഉണ്ടാവില്ല. നമ്മളെന്താക്കുന്നത്? എടാ ഞാൻ നാട്ടിൽ പോയെന്നേ, നീ ഒരു 1000 തരണേ. എടാ ഞാൻ നാട്ടിൽ പോയെന്ന് ഒരു 2000 തരണേ. അങ്ങനെ വാങ്ങിയിട്ട് പോവുകയാണ്. നമ്മൾ ഫസ്റ്റ് ഗൾഫിലേക്ക് വരുമ്പോൾ നാട്ടിൽ നിന്ന് കടം വാങ്ങിയിട്ട് വന്നാൽ അത് ഇവിടുന്ന് വീടി കഴിഞ്ഞ് നാട്ടിൽ ഓരോ കാര്യങ്ങൾ നമ്മളത് ചെയ്തിട്ട് തിരിച്ച് നമ്മൾ നാട്ടിലേക്ക് ലീവിന് പോകുമ്പോൾ നമ്മളടുത്ത് പൈസ ഇല്ല, നമ്മൾ കടം വാങ്ങുകയാണ്. പിന്നെ അത് വീട്ടാൻ വേണ്ടിയെങ്കിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് വരെയെന്ന് വീണ്ടും. അതാ പറഞ്ഞ, പ്രവാസം തുടങ്ങി വെച്ചാൽ അത്ര പെട്ടെന്നൊന്നും അവസാനിക്കാൻ കഴിയില്ല. സാധാരണക്കാരനായ പ്രവാസികൾക്കാണ് കേട്ടാ. അല്ലാതെ ബിസിനസ് ചെയ്യുന്നതും കച്ചവടം ചെയ്യുന്നതും ബിസിനസ് ചെയ്യാൻ വന്ന പ്രവാസികളുടെ അല്ല പറയുന്നത്. 12, 13, 14 മണിക്കൂറും പണിയെടുത്ത് 3-4 കൊല്ലം ഇങ്ങനെ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. നാട്ടിൽ പോകണമെന്ന് നോക്കുമ്പോൾ ആരടുത്തൊന്നും ഉണ്ടാവില്ല. അതാണ് അനുഭവം. അതുകൊണ്ടാണ് നാട്ടിൽ നമ്മൾ റേറ്റ് ചോദിക്കുന്നതും ഓരോന്നും ചിലവാക്കുമ്പോഴും ചിലപ്പോൾ നമ്മളെ ഫാമിലിയൊക്കെ പറയും, ഇന്ന് നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാം. ഒരുപാട് ആൾക്കാർ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്നില്ലേ എന്ന് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് ഇവിടുന്ന് കഴിച്ചു പോകാൻ, ഞങ്ങൾക്ക് വീട്ടിൽ നിന്നുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ നാട്ടിലുള്ളവർക്ക് അത് പറഞ്ഞാൽ അറിയില്ല. അവരെന്താ പറയാ, നിങ്ങൾ മാത്രമേ നമ്മളെ കൂട്ടി പോകില്ല, നിങ്ങളില്ലാത്ത സമയത്ത് നമ്മൾ മക്കളൊക്കെ കഴിച്ചിട്ടുണ്ട്, നിങ്ങൾ വന്ന് നോക്കുമ്പോൾ നിങ്ങളെ നമ്മൾ ഒന്നിനും വിടൂല എന്ന് പറയും. എന്തുകൊണ്ടാണെന്നറിയാം? എൻ്റെ ഭാര്യമാരൊക്കെ ഒന്ന് അറിയണം. ഇല്ലാത്തത് കൊണ്ടാണ്, വേറൊന്നും അല്ല കേട്ടാ. എന്നാൽ എല്ലാവരോടും സ്നേഹം മാത്രം.